എൻ്റെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന മാതിരി തന്നെയല്ലേ പണത്തിന് അല്ല, പക്ഷെ പണത്തിനോടുള്ള ഇഷ്ടം പറയുന്നത് നമ്മൾ എന്തോ ഒരു ആർത്തി പണ്ടാരമാണ്, നമ്മൾ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, സ്നേഹമാണ് വലുത്, മനസ്സമാധാനമാണ് വലുത്. പണത്തിനോടുള്ള സ്നേഹം പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് ആ വ്യക്തി അവിടെ ജഡ്ജ് ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അല്ല, ഇതിലേ ഇത് ഗുഡ് മണി ബാഡ് മണി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു സർവീസ് തരുന്നു, യു ആർ ഗിവിങ് മീ മണി ബിക്കോസ് യു ആർ ഹാപ്പി, ദാറ്റ് ഈസ് റീസൺ ഐ എം ടേക്കിംഗ് മണി. അപ്പം ഞാനും സാറ്റിസ്ഫൈഡ് ആണ് മണി വാങ്ങുന്നത്. അപ്പോൾ എനിക്കിത് കുറച്ച് സമയമുള്ള ഞാൻ പെട്ടെന്ന് പറയാം. ഇതിലിപ്പോൾ നമ്മൾ ബാഹുബലി സിനിമ ഉണ്ടല്ലോ, അതിൽ ബാഹുബലിയുടെ ഇരിക്കുന്നത് വാളാണ്, മറ്റേ വില്ലൻ്റെ അടുത്തിരിക്കുന്ന വാളാണ്. പക്ഷേ ബാഹുബലിയുടെ അടുത്തിരിക്കുന്ന വാളുള്ളപ്പോൾ ജനങ്ങളെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യണത്, മറ്റേ ആളുടെ അടുത്തിരിക്കുന്ന വാള് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന പണം നല്ലതായിരിക്കും. നിങ്ങൾ പക്ഷെ ദുഷ്ടനാണെങ്കിൽ ആ പൈസ അടിച്ച് നിങ്ങൾ മൊത്തം നശിപ്പിക്കുക ചെയ്യാൻ പോണത്. സോ യു ഡിസൈഡ് ദാറ്റ് ഇഫ് യു ആർ ഗുഡ് ടെൽ ഇറ്റ് ലവ്ലി, എന്താ പറയുക, പണത്തിനെ സ്നേഹിക്കുന്നു. ആൻഡ് അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് ആൾക്കാർ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ രത്തൻ ടാറ്റ മരിച്ചപ്പോൾ ഒരു ബിസിനസ്സുകാരനല്ല മരിച്ചത്, എല്ലാവരും കരഞ്ഞില്ലേ? കാരണം അങ്ങേര് ആകെ ചെയ്തിട്ടുള്ള കാര്യം അങ്ങേരും പണം ഉണ്ടാക്കി നാട്ടുകാർക്ക് എല്ലാവർക്കും പണം ഉണ്ടാക്കി കൊടുത്തു.